ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുമായി നിങ്ങളിപ്പോൾ എങ്ങനെയാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അകൽച്ചയിലാണോ, അവർ നിങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ, എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും റെസണേറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം നമുക്ക് അവരുടെ കറണ്ട് സിറ്റുവേഷൻ ഒന്ന് നോക്കാം. Ten of Pentacles, Wheel of Fortune, Five of Pentacles, Two of Cups, Nine of Wands, Queen of Swords. 6 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പിന്നെ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നോക്കാം. ലവേഴ്സ് കണ്ട, King of Pentacles, Hierophant, Seven of Cups, Nine of Wands, Two of Wands. 6 കാർഡ്സ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 10 of Cups ആണ് ബോട്ടം വന്നിരിക്കുന്നത്. കണ്ടില്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നിങ്ങളോടൊപ്പം നല്ല ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു 2 of Cupsൻ്റെ എനർജിയാണ്. കാരണം ഒരു സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവർക്കതാണ്, നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ 4 of Pentacles ആണ് അതിന് തൊട്ട് താഴെ വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ സ്നേഹത്തെ അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നു. അവരൊരിക്കലും വിട്ട് കളയാൻ തയ്യാറില്ല. അവർക്കിനി ആരൊക്കെ വന്നാലും, എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ, എത്ര തേർഡ് പാർട്ടികൾ വന്നാലും നിങ്ങളുടെ സ്നേഹത്തെ അവർ വിട്ട് കളയാൻ തയ്യാറല്ല. നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വന്നിരിക്കുന്ന കാർഡ്സ് ഒന്ന് നോക്കാവേ. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഈ ഒരു എനർജിയിലാണ്. 5 of Pentaclesൻ്റെ എനർജിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ എന്തോ പറഞ്ഞ് പിണങ്ങിയിട്ടുണ്ട്. ഒന്നുകിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആവാം. കാരണം ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ടാകാം. അപ്പോൾ അത് നിമിത്തം ചിലപ്പോൾ ചോദിച്ചിട്ട് ഒന്ന് പിണങ്ങിയിരിക്കുക. അല്ല, ദീർഘകാലത്തെ പിണക്കമല്ല, തൽക്കാലത്തെ ഒരു പിണക്കം മാത്രമേ ഉള്ളൂ ഇവിടെ. കാരണം ഇവിടെ തിരിച്ചു വരും. ഇവിടെ സാമ്പത്തികം ഇവിടെ ഉണ്ട്, സ്നേഹം ഇവിടെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അത്രയ്ക്കുള്ള പിണക്കമുള്ള രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോയി, ബ്ലോക്ക് ചെയ്തു പോയി, അല്ലെങ്കിൽ വഴക്കിട്ട് ഇനി മേലിൽ മിണ്ടില്ല എന്നൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് മുന്നോട്ട് പോയതായിരിക്കാം. അപ്പോൾ രണ്ടുപേരും പിരിഞ്ഞു. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉണ്ട് സാധനം, ഇവിടെ ഉണ്ട്, സാമ്പത്തികമായാലും സ്നേഹമായാലും ഇവിടെ ഉണ്ട്. അതിനി തിരിച്ചു വന്നെടുക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ചു കാലത്തെ അകൽച്ച മാത്രമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തിരികെ വരും എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നത് 10 of Pentaclesൻ്റെ എനർജിയാണ്. കാരണം നിങ്ങൾ തമ്മിൽ നല്ല ഒരു കണക്ഷനിലായിരുന്നു എന്നുള്ളതാണ്. ഇത് അവരുടെ കറണ്ട് എനർജിയാണ്. മനസ്സിലായി? അവർ നല്ല സ്നേഹത്തിലായിരുന്നു നിങ്ങളോട് കഴിഞ്ഞിരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്.
മനസ്സിലായി. അവർ നിങ്ങളോട് നല്ല ഒരു ബോണ്ടിങ്ങിലായിരുന്നു, നല്ല ഒരു കമ്മിറ്റ്മെന്റിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയിരുന്ന ആൾക്കാരാണ്. ഇത് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് കപ്പിൾസിനുമാകാം, ലവേഴ്സിന്, മറ്റ് ഏതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പിന്, എക്സ്ട്രാ മാരിറ്റലാവാം, എന്തായാലും നിങ്ങൾ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്ന അത്തരത്തിലുള്ള ഒരു കണക്ഷൻ എവിടെയുണ്ടോ അതനുസരിച്ച് വേണം ഇത് കേൾക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇത് ബാധകമാണെന്ന് സാരം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അവർ നിങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്തിരുന്നു. മനസ്സിലായോ? അപ്പോൾ അത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ്. നിങ്ങൾ തമ്മിൽ വളരെ വളരെ സ്മൂത്തായിട്ട് വളരെ നല്ല സ്നേഹത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായതും നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയതും എന്നാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷൻ പീരീഡിലാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്നിവിടെ നമ്മൾ കാണുന്നുണ്ട്. കാരണം അവരുടെ കറണ്ട് എനർജിയിൽ അവരിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടില്ല, ഈ ഒരേ ഒരു വാൺസ് മാത്രമാണ് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇതിനെ വിട്ടുകൊടുക്കുന്നില്ല. ഇത് നിങ്ങളാണ്, നിങ്ങളുടെ എനർജിയാണ് ഇത്. ഇതിനെ മാത്രം ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പൊ നിങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേണം. നിങ്ങൾ വന്നുവെങ്കിൽ മാത്രമേ ഇവിടെ ഇത് 10 ആവുന്നുള്ളൂ, ഇവിടെ ഒരു കംപ്ലീഷൻ നടക്കുന്നുള്ളൂ. സ്നേഹമായിട്ടിരുന്നപ്പോൾ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടാവാം. ഇവിടെ ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എനർജി വഴക്കിട്ട് കഴിഞ്ഞാലും എന്താണ് ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇല്ലാതെ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ. അത്രമാത്രം വിഷമത്തോടുകൂടി, അത്രമാത്രം വളരെയധികം ആകാംക്ഷയോടുകൂടി ഒക്കെ ഇവിടെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം ഇനി നിങ്ങൾ വന്നെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകൂ എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കണ്ട, അത്രമാത്രം ഹൃദയം മുറിഞ്ഞ വേദനയാണ്. ഹൃദയത്തിൽ കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അല്ലാതെ എത്രമാത്രം വിഷമമുണ്ടോ അതെല്ലാം അവരിവിടെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പിന്നീട് അവർ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അവർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങുന്നു. ഇവിടെ അവർ വിചാരിക്കുന്നുണ്ട് അവർക്ക് ഈ സ്നേഹത്തിൽ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ ഇതിന് ഉറച്ചു നിൽക്കണം. ഇനി ഇങ്ങനെ എന്നും വഴക്കിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒന്നുകൂടി ഈ സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കണം. രണ്ടുപേരും കൂടെ തമ്മിൽ പറഞ്ഞിട്ട് ഒന്നുകൂടി സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കണം എന്നവർ ഇവിടെ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം എത്രയായാലും ഇത് ഇനി വീണ്ടും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകാൻ പാടില്ല. കാരണം അവരിവിടെ വല്ലാതെ വിഷമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവരുടെ ഇപ്പോഴത്തെ സമയത്ത് കർമ്മ ഫേസ് ചെയ്യുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അവരിപ്പോൾ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ്. മനസ്സിലായി? ഈ ഒരു കർമ്മ ഫേസ് ചെയ്യുന്ന സമയമാണെങ്കിൽ കൂടി ഇതിവിടെ നിന്നും കുറച്ചുകൂടി കഴിയുമ്പോൾ മാത്രമേ അവർക്ക് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നുള്ളൂ. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് ഭാഗ്യസമയം വരാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ വരും എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർ വിചാരിക്കുന്നുണ്ട് എൻ്റെ സമയം മോശമാണ്, ഞാനിപ്പോൾ ഇത് അനുഭവിക്കേണ്ടതായിരിക്കണം, ഇത്തരത്തിലുള്ള വിഷമങ്ങൾ അത് എൻ്റെ കർമ്മയായിരിക്കണം എന്നൊക്കെ അവർ പല കാര്യങ്ങളും ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? കാരണം നിങ്ങളെ പിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല. ഇവിടെ ഇത്രമാത്രം നല്ലൊരു കണക്ഷനാണ്, സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയും പിരിഞ്ഞു പോകാൻ പറ്റില്ല എന്നവർ വിചാരിക്കുന്നു. പിന്നെ നിങ്ങളോടുള്ള മനോഭാവത്തിൽ ആദ്യം തന്നെ വന്നത് എന്താണ്? ലവേഴ്സാണ്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ. എല്ലാവരും പറയും ടിൻ ഫ്ലെയിം കണക്ഷൻ എന്നൊക്കെ. സോൾമേറ്റ് കണക്ഷൻ ആണ് കൂടുതലും. പിന്നെ ടിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറഞ്ഞാൽ അപൂർവമൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ഒരുപാട് ജന്മങ്ങൾ എടുക്കും. എക്സ്പീരിയൻസ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് സോള് പ്യുവർ ആകുമ്പോൾ മാത്രമാണ് അതേപോലുള്ള ഒരു സോളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ മാത്രമാണ് ടിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. മനസ്സിലായോ? ശിവപാർവതി ഐക്യം എന്താണ്? ആ സോള് വളരെയധികം പ്യുവറാണ്, ദൈവികതയിലേക്ക് നീങ്ങുന്ന എനർജിയാണത് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ലൈഫിലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിരുന്നിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ദമ്പതികളായിരിക്കാം, അതുമല്ല എങ്കിൽ നിങ്ങൾ നല്ല ലവേഴ്സ് ആയിരിക്കണം. ഏതെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് തമ്മിൽ ഒരു വേർപാട് സംഭവിച്ചിട്ടുണ്ടാവണം. അത് നിങ്ങൾ ഈ ജന്മത്തും കണ്ടുമുട്ടിയിട്ട് വളരെയധികം സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അല്ല എങ്കിൽ വീണ്ടും കണ്ടുമുട്ടി മുന്നോട്ട് പോവുക. ഇതാണ്
ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം സ്നേഹത്തോടുകൂടി പരസ്പരം എന്താ കോംപ്രമൈസ് ചെയ്ത് പരസ്പരം പാർട്ട്ണർഷിപ്പിലൂടെ മുന്നോട്ട് പോവുകയാണ്. സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ടിങ്, കെയറിങ്, ഇത് രണ്ടും ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കണക്ഷനിലൂടെയാണ് ഇവിടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾ രണ്ടു കൂട്ടരും ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള ഒരു കണക്ഷനിലൂടെ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു, എപ്പോഴും വിളിക്കുന്നു, പറയുന്നു, എന്താണ്, കഴിച്ചോ, പോയോ, എവിടെ പോയി, ഇന്നെപ്പം വന്നു, ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചിരിക്കുന്ന ഒരു എനർജി ആയിരുന്നു ഇത്. എല്ലായ്പ്പോഴും നിങ്ങളെ പറ്റി അവർക്ക് അറിയണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് പ്രശ്നമുണ്ടായത്, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ വന്നതും. പിന്നീട് അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം, ഇനി എത്രമാത്രം അകൽച്ചയിലാണെങ്കിൽ പോലും നിങ്ങളോടുള്ള ഒരു മനോഭാവം അവർക്കിതാണ്. അവരുടെ ഉള്ളിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായി? ഈ ഒരു സ്നേഹമാണ്, നിങ്ങളെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അത് തന്നെ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ 10 ഓഫ് കപ്സിന്റെ എനർജിയാണ് ബോട്ടം വന്നിരുന്നത്. കാരണം നിങ്ങളുമായി ഒത്തുചേർന്നൊരു കുടുംബത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നവർ വളരെയധികം ആഗ്രഹിച്ചിരുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്തും അവർക്കിനി എത്ര തേർഡ് പാർട്ടികൾ വന്നോട്ടെ, ഈ ഒരു സമയത്തും അവരുടെ ഉള്ളിൽ ഉള്ള ആഗ്രഹം ഇത് തന്നെയാണ്. നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ഒക്കെയും ഇതാണ്. അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ മനോഭാവം ഇത് തന്നെയാണ്. കണ്ടില്ലേ? ഇങ്ങനെ നിങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം. പിന്നെ നിങ്ങളോട് ഒത്തിരി പൊസസീവ്നെസ് ആണ്. നിങ്ങൾ ആരോടും മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആർക്കും മെസ്സേജ് അയക്കാൻ പാടില്ല, മറ്റാരുടെയെങ്കിലും കാര്യത്തെ പറഞ്ഞു പുകഴ്ത്തി സംസാരിക്കാൻ പാടില്ല. ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ നിങ്ങളെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇവിടെ നിങ്ങൾ മറ്റാരുടേതുമാകുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ള, അവരുടേതാണ്, സ്വന്തമാണ് എന്നുള്ള ആ ഒരു ചിന്തയിൽ കഴിയാനാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. എത്രമാത്രം ഇനി പിരിഞ്ഞിരുന്നാൽ പോലും ക്യൂൻ ഓഫ് കപ്സ് നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എത്രമാത്രം ഇനി പിണങ്ങിയിരുന്നാലും അകന്നിരുന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു എനർജിയാണ്. നിങ്ങളെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? ഇവിടെയോ? ഇവിടെ കണ്ടില്ലേ? നിങ്ങളെ നോക്കി നിൽക്കുകയാണ്. അവരുടെ കറണ്ട് എനർജിയിൽ ഇതേ കാർഡ് വന്നിരുന്നു. അപ്പോൾ 9 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, വെയിറ്റിങ്ങിലാണ്. അവർ നിങ്ങൾക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ മറന്നു പോകാനുള്ള കാര്യങ്ങളെ ഉള്ളൂ പറഞ്ഞതൊക്കെ. പക്ഷെ എന്നിരുന്നാൽ കൂടെ വീണ്ടും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇപ്പോഴിതൊന്നും തുറന്നു പറയാൻ ചിലപ്പോൾ വരില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ ഹെറോഫന്റ് എനർജി, അവർ കുറച്ചൊക്കെ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അവർ ചില നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ്. നല്ല തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ അവർക്ക് പെട്ടെന്ന് എന്താ പറയേണ്ടത്, അല്ലെങ്കിൽ ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കാനും ഒക്കെ അവർ തയ്യാറാണ്. നാളെ എന്ത് നിങ്ങളോട് പറയണം, ഇന്ന് ഇത് പറയാൻ പാടില്ല എന്നൊക്കെ അവർ ആലോചിച്ചിട്ട് മനസ്സിലാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് എത്രമാത്രം ഇഷ്ടമുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് അകൽച്ചയിലല്ലേ, അപ്പോൾ ഇപ്പോഴത് പറയാൻ തയ്യാറല്ല. ഇവിടെ 7 ഓഫ് കപ്സ് കണ്ടില്ലേ? അവർ ഒറ്റയ്ക്ക് പ്രശ്നങ്ങളെ നേരിടുകയാണ്. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, അവരൊറ്റയ്ക്ക് ഈ പ്രശ്നങ്ങളെ നേരിടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നാളെ നിങ്ങളുമായി വീണ്ടും കൂടിച്ചേരാൻ വേണ്ടി. മനസ്സിലായി? പ്രശ്നങ്ങൾ അവർക്ക് ചുറ്റുമുണ്ടാവും. തേർഡ് പാർട്ടി ഉണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ടാവാം, അവരുടെ വീട്ടുകാരുണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ടാവാം, ഇനി മറ്റു സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവാം, നിരവധി പ്രശ്നങ്ങൾ അവർക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അവർ ഇവിടെ അതിനെയെല്ലാം മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരൊറ്റയ്ക്ക് മതി, ഇവിടെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ് അവർ. അങ്ങനെ ഒരു അതിർത്തി വരമ്പ് അവർ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? കാരണം അവർ സ്വയം അതിനെ പരിഹരിച്ചോളാം എന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവരിവിടെ ഇരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങളുമായിട്ട് നല്ലതുപോലെ സന്തോഷത്തിൽ കഴിഞ്ഞിരുന്നതാണ്. അല്ല എങ്കിൽ നിങ്ങളുമായിട്ട് നല്ലതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ നല്ല എനർജിയിൽ കഴിഞ്ഞിരുന്ന വ്യക്തികളാണ്. നല്ലൊരു കിങ്ങിന്റെ പദവിയിൽ നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ, നിങ്ങളുമായി നല്ല കണക്ഷനിൽ ഇരുന്നപ്പോൾ അവർ നല്ലതുപോലെ സന്തോഷിച്ചു കഴിഞ്ഞിരുന്ന എനർജിയാണ്. അവരെ എല്ലാവരും ആദരിച്ചിരുന്നു.
മനസ്സിലായി. അവർക്ക് നല്ല വാക്കുകൾ പറയാൻ അറിയാമായിരുന്നു, നല്ലതുപോലെ മറ്റുള്ളവരോട് സംസാരിക്കാൻ അറിയാമായിരുന്നു, സാമ്പത്തികം കൊടുത്ത് സഹായിക്കാൻ അറിയാമായിരുന്നു, സാമ്പത്തികത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഐശ്വര്യമുണ്ടായിരുന്നു നിങ്ങൾ ചേർന്നപ്പോൾ അവരുടെ ജീവിതത്തിന്. ഇതൊക്കെ അവരിവിടെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? പിന്നെ 2 ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. 2 കൈയിലും വാൺസ് ഉണ്ട്, കണ്ടില്ലേ? 2 കൈകളിലും ഉണ്ട് ഓരോന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തേർഡ് പാർട്ടിക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ടാവാം, അവർക്കും ഒരു സ്ഥാനം ഉണ്ടായിരിക്കാം, തേർഡ് പാർട്ടിയുടെ കൂടെ ഇവർ പോയിട്ടുണ്ടാവാം, അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ ഇവിടെ വലത് കയ്യിൽ പിടിച്ച് വലത്ത് വശത്തേക്ക് നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഇടത് കയ്യിൽ ഒരു വാണ്ടുണ്ട്, വലത് കയ്യിൽ ഒരു വാണ്ടുണ്ട്, കണ്ടില്ലേ? 2 പേർക്കും പ്രാധാന്യമുണ്ട്. പക്ഷെ വലത് കയ്യിൽ ഒന്ന് പിടിച്ചുകൊണ്ട് വലത് വശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നു. അതായത് കൂടുതലായിട്ടുള്ള ഒരു പ്രാധാന്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ഇവിടെ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ല എന്നുള്ള ചിന്തയിലാണ് അവർ ഇവിടെ കഴിയുന്നത്. നിങ്ങൾ വന്നു ചേരണം, ആ ഒരു വെയിറ്റിങ്ങിലാണ് അവർ ഇപ്പോൾ എന്നാണ് കാണുന്നത്. നിങ്ങളോടുള്ള മനോഭാവമാണിത്. ഇനി നിങ്ങളോടുള്ള മനോഭാവം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഇതാണ് നമ്മൾ ബോട്ടം വന്നിരിക്കുന്നത് ഇതാണല്ലോ. 10 ഓഫ് കപ്സിന്റെ എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളോടുള്ള മനോഭാവമാണ്. ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഫാമിലിയായിട്ട് മുന്നോട്ട് പോകണം എന്ന് അവർ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു, എങ്ങനെയുള്ള സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുണ്ടായിരുന്നത് എന്ന്. 3 ഓഫ് വാൺസ് ആണ്. എല്ലായ്പ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കുക. നിങ്ങൾ കൂടെ വേണം, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ വിട്ട് കൊടുക്കില്ല. കണ്ടില്ലേ? ഒരു കയ്യിൽ പിടിച്ച് വലിക്കുന്ന എനർജിയാണ്, ഒരു കയ്യിൽ പിടിച്ച് കൂടെ കൊണ്ട് നടക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം എനർജിയാണ്. ബോണ്ട്ലെസ് ലവ് ആണ്, എക്സ്പ്ലോറിങ് ആൻഡ് ബോണ്ട്ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ? നിങ്ങളെ വിട്ടു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള എനർജി തന്നെയാണ് ഇവിടെ. നിങ്ങളെ മാത്രം വെയിറ്റ് ചെയ്യുന്നു. 2 പേർക്കിടയിൽ അവർ കിടന്ന് ഞെരുങ്ങുന്നുണ്ട്. എന്നാൽ പോലും ഈ മൂന്നാമതുള്ള ഈ ഒരു എനർജിയാണ് അവർ ഇവിടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അവർ ഇവിടെ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അവരോടൊപ്പം തന്നെ വേണം, നിങ്ങളെ വിട്ടുകൊടുക്കില്ല, നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോകാൻ പാടില്ല എന്നൊക്കെയാണ് അവരിവിടെ ചിന്തിക്കുന്നത്. സ്റ്റാറാണ്. പരസ്പരം ഹീൽ ചെയ്ത് പോകുന്ന എനർജി ആയിരുന്നു. ഒരുപാട് റിജുവിനേറ്റഡ് ആൻഡ് ഹീൽഡ് ലവ് ആണ്. നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ നല്ല കെയറിങ് അവർക്ക് ലഭിച്ചിരുന്നു. മനസ്സിലായി? നല്ല സപ്പോർട്ട് ലഭിച്ചിരുന്നു, നല്ല കെയറിങ് ലഭിച്ചിരുന്നു, നല്ല സ്നേഹം ലഭിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്തയാണ് അവർക്കിവിടെയുള്ളത്. നിങ്ങളെ അവർ സ്റ്റാറായിട്ട് തന്നെയാണ് കരുതുന്നത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്കൊരു ഉയർച്ച വന്നത് നിങ്ങൾ കൂടെ ചേർന്നപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഈ ഒരു മനോഭാവമാണ് അവർക്ക് നിങ്ങളോടുള്ളത്. അതുകൊണ്ട് നിങ്ങളെ വിട്ടുപിരിയാൻ അവർ തയ്യാറല്ല. നിങ്ങൾ എല്ലായ്പ്പോഴും അവരോടൊപ്പം തന്നെ ഉണ്ടാവണം. നിങ്ങളാണ് അവരുടെ ഹീലർ. ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്നേഹത്തിൻ്റെ എനർജിയാണ്, അല്ലേ? നിങ്ങളാണ് കൂടുതൽ അവരെ കെയർ ചെയ്തിരുന്നത്, സപ്പോർട്ട് ചെയ്തിരുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ സ്നേഹത്തിലാണ് അവർ ഇത്രയും സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നത് എന്നവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 2 കാർഡ്സ് ഒക്കെ നോക്കാവേ. പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ക്യൂരിയസ് ആൻഡ് ഇൻസ്പയറിംഗ് ലവ് ആണ്, ആകാംക്ഷയാണ് എന്നും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും അവരിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. നിങ്ങളുടെ മെസ്സേജ് വരുന്നുണ്ടോ, നിങ്ങളുടെ കോൾ വരുന്നുണ്ടോ, നിങ്ങൾ എത്ര സമയം വരെ നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നു, നിങ്ങൾ ഓൺലൈൻ വന്നോ പോയോ, എന്താണ് സ്റ്റാറ്റസ് ഇട്ടോ, DP മാറ്റിയോ, ഇതെല്ലാമാണ് അവരെപ്പോഴും ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്, പിണങ്ങിയിരിക്കുകയാണ്. എന്നാൽ പോലും ഓരോ നിമിഷവും അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു. നിങ്ങളെപ്പറ്റി ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ മറ്റു പലരോടും അന്വേഷിക്കുന്നുണ്ട്, ഒത്തിരി ആകാംക്ഷപ്പെടുന്നുണ്ട് നിങ്ങളെപ്പറ്റി അറിയാനായിട്ട്. മനസ്സിലായോ? അതാണ് ഇവിടെ കാണുന്നത്.
8 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ബ്ലഡ് ആൻഡ് വിക്ടിമൈസ്ഡ് ലവ്. അതായത് ഇവിടെ കണ്ടില്ലേ, 8 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അവർ നിങ്ങളുടെ സ്നേഹത്തിൽ അഡിക്റ്റാണ്. അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങളുടെ ചിന്തകളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്നിട്ട് അവർക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് പോകാനും പറ്റില്ല. പിന്നെ മറ്റൊരാളുമായിട്ട് കണക്ഷൻ ഉണ്ടായി, സ്വാഭാവികമാണത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വന്നു വിട്ടു പോകാം. പറഞ്ഞില്ല, ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആരെങ്കിലും ചിലപ്പോൾ കൂടുതലായിട്ട് സംസാരിച്ചിട്ട് സ്നേഹം നടിച്ച് വന്നിട്ടുണ്ടാവാം. ചില സാഹചര്യങ്ങളിൽ അങ്ങനെയായി പോകാം. ഇവിടെ നിന്ന് എന്തായാലും ശരി, ഒരു പാഠം പഠിക്കാതെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഇവിടെ അവർ നേരിടുന്ന പരീക്ഷണം അത് തന്നെയാണ്. അപ്പോൾ ഇതിവിടെ അവരെന്താണ്, ഇവിടെ ഒരു ബന്ധനത്തിലാണ്. കാരണം നിങ്ങളുടേതായ ബന്ധനത്തിലാണ് അവരിവിടെ എന്നാണ് കാണുന്നത്. കാരണം ഇവിടെ നിന്നും അവർക്കൊരു മോചനമില്ല, നിങ്ങളിൽ നിന്നും അവർക്കൊരു മോചനമില്ല. എന്നിട്ട് അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് അവർക്ക് പോകാനും പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. തേർഡ് പാർട്ടി ഉണ്ടാവാം, പക്ഷേ അത് ഏത് വിധത്തിലുമാകാം. പക്ഷെ അവരോടുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളോട് ഉള്ള ബന്ധനം പോലെ അല്ല. നിങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അവരുടെ എനർജി മുഴുവനും. മനസ്സിലായി? നിങ്ങളുടെ ചിന്തകളാണ് ഈ കാണുന്നത്, നിങ്ങളോടുള്ള ചിന്തകളാണ് ഇവിടെ നമ്മൾ കണ്ടതല്ല. മനസ്സിലായോ? അവരെ ഉപേക്ഷിക്കാൻ പറ്റും, പക്ഷെ ചില സാഹചര്യങ്ങൾ അങ്ങനെ വന്നുപോയി എന്നുള്ളത് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓട്ടം വന്നിരിക്കുന്നത് സൺ കാർഡാണ്. നിങ്ങളോട് ഒത്തുചേരുമ്പോൾ ഉള്ള സന്തോഷം, ലോങ് ടൈം ആൻഡ് ഹാർമണിയസ് ലവ് ആണ്. നിങ്ങളോട് എങ്ങനെയായിരുന്നു നിങ്ങളെ സ്നേഹിച്ചിരുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കിയത്. ഇവിടെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഐക്യത്തിലൂടെ പോകുന്ന നല്ല ഒരു സ്നേഹമാണ് ഇവിടെ നിങ്ങളുമായിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഇനിയും പങ്കുവയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത്. സൺ കാർഡിന്റെ എനർജി അല്ലെ സണ്ണിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഹാർമണിയസ് ലവ് ആണ്. ഒത്തിരി കുട്ടികളോട് ഒത്തുചേർന്ന് നല്ല ഒരു ഫാമിലി സഹിത സന്തോഷത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഏഞ്ചൽസ് റൊമാൻസ് നോക്കാവേ. റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുക? ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്, വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ്. നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഒന്നിച്ചു പോകാനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യൂ എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിൽ കൂടി ചേരാൻ വേണ്ടി ഇനി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. മനസ്സിലായി? ഇവിടെ ഈ ഒരു കാർഡ് വന്നിരിക്കുന്നതാണ് പാസ്റ്റ് ലൈഫ്. കാരണം അത്രമാത്രം നിങ്ങളിൽ അവർ അഡിക്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് എത്രമാത്രം ശക്തിയോടുകൂടി കൊണ്ടുപോകാമോ അതുപോലെ കൊണ്ടുപോകൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എക്സ്പ്രസ് യുവർ ലവ്. ഇനി നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സ്പ്രസ് ചെയ്യൂ. അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ അവർ നിങ്ങളോട് അത് എക്സ്പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുള്ളത് നിങ്ങളും എക്സ്പ്രസ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഗോ ഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ഗസ്റ്റർ. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകൂ, റൊമാൻറ്റിക്കായിട്ട് തന്നെ എല്ലായ്പ്പോഴും പെരുമാറാൻ പഠിക്കൂ, റൊമാൻറ്റിക് ലവ് നിലനിർത്താൻ ശ്രമിക്കൂ എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായി? അത് നിങ്ങളും നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹത്തെ അവരോട് പറയണം. അങ്ങനെ പറയാതിരിക്കാൻ പാടില്ല. അല്ല എങ്കിൽ പ്രകടിപ്പിക്കേണ്ട സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുക. മനസ്സിലായി? വാക്കുകളിലൂടെയും സംസാരത്തിലൂടെ എങ്ങനെയായാലും അത് ആ സ്നേഹത്തെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പങ്കാളി നിങ്ങളോടൊപ്പം നിൽക്കൂ എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബോണ്ടിങ്ങോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കൂ, ശക്തമായിട്ട് തന്നെ ആ സ്നേഹത്തെ നിലനിർത്തൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെയും അതുതന്നെയാണ് എക്സ്പ്രസ് ചെയ്യൂ എന്നുള്ളതാണ്. പലർക്കും സ്നേഹമുണ്ട്, പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ മടി വിചാരിക്കുന്നു, അല്ലേ? പുറത്തേക്ക് കാണിക്കുന്നില്ല. സ്നേഹം ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുറത്ത് കാണിക്കണം, വാക്കുകളിലൂടെ പറയണം, അതൊക്കെ അല്ലേ വേണ്ടത്. സോൾമേറ്റ്, യെസ് ദിസ് ഈസ് യുവർ സോൾമേറ്റ്. അതെ, ഇത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം അവരുടെ കറണ്ട് എനർജിയിലും സോൾമേറ്റ് കണക്ഷൻ വന്നിരുന്നതാണ്. പിന്നെ അവർക്ക് നിങ്ങളോടുള്ള മനോഭാവത്തിൽ നമുക്കിവിടെ വന്നിരുന്നതാണ് ദ ലവേഴ്സ്. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താണ് ഏഞ്ചൽസ് പറയുന്നത്? എന്താണ്? അതെ, ഇത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. അപ്പോൾ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ സ്നേഹിച്ച് പരസ്പരം കെയർ ചെയ്ത് മുന്നോട്ട് പൊയ്ക്കോളൂ, പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കോളൂ. ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് വന്നിട്ടുണ്ട്. The past is now behind you. Release it and embrace new possibilities. A new path is now available to you. Follow it with faith. ഇവിടെ പറയുന്നത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടാവും, പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, ഇതൊക്കെ കഴിഞ്ഞു പോയി അല്ലേ. ഇത് ചിലപ്പോൾ ഇന്നലെ കഴിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുൻപേ കഴിഞ്ഞതായിരിക്കാം. ഇത് കഴിഞ്ഞു പോയാൽ ആ എനർജി അങ്ങ് വിട്ടുപോയി നിങ്ങളിൽ നിന്നും. അതിനെ ഉള്ളിൽ തന്നെ തക്കി വെച്ചുകൊണ്ട് ഇരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. മനസ്സിലായി. ഇനി നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്താണ്? പുതിയ പുതിയ അവസരങ്ങളെ കൊണ്ടുവരിക, പുതിയ പുതിയ സ്നേഹത്തിനായിട്ടുള്ള അവസരങ്ങളെ നേടുക, വീണ്ടും സ്നേഹിക്കാനുള്ള അവസരങ്ങളെ കൊണ്ടുവരികയാണ് ഇനിയും വേണ്ടത്. മനസ്സിലായി. അതിനെ എംബ്രേസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ പാത്ത് ഈസ് നൗ അവൈലബിൾ ടു യു. പുതിയ വഴി നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നുണ്ട്. അതിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ. ആ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുക്കാവേ. ക്ലൂസ് വേണ്ടവർ കേട്ടാൽ മതി, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാവേ. എല്ലാവർക്കും വേണമെന്നില്ലായിരിക്കണം, പക്ഷെ പലരുടെയും നിർബന്ധപ്രകാരമാണ് ഇത് എടുക്കുന്നത്. വയനാടാണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ലെറ്റർ വി, ലെറ്റർ വൈ വന്നിട്ടുണ്ട്. നമ്പർ 1 വന്നിട്ടുണ്ട്. പത്തനംതിട്ട വന്നിട്ടുണ്ട്. കണ്ണൂർ. ഈ ലെറ്റർ ഇ, ലെറ്റർ എഫ്. എറണാകുളം. സോഡിയക് സൈൻ വെർഗോ, കന്നിമാസം, ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിര, അര. ക്യാൻസർ, കർക്കിടക മാസം, പുണർത്തം കാൽ, പൂയം, ആയില്യം. നമ്പർ 9. ലെറ്റർ ടി, ലെറ്റർ യു. മലപ്പുറം. നമ്പർ 3. കാപ്രിക്കോൺ, മകരമാസം, ഉത്തരാടം മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. തിരുവനന്തപുരം. ടോറസ്, ഇടവമാസം, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം, അര. കൊല്ലം. മെയ് മന്ത്. ലിയോ, ചിങ്ങമാസം, മകം, പൂരം, ഉത്തരം കാൽ. നമ്പർ 8. ജാനുവരി മന്ത്. സ്കോർപിയോ, വൃശ്ചികമാസം, വിശാഖം കാൽ, അനിഴം, തൃക്കേട്ട. സാജിറ്റേറിയസ്, ധനുമാസം, മൂലം, പൂരാടം, ഉത്രാടം കാൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലൂസൊക്കെ ആർക്ക് റെസണേറ്റ് ആവും, റീഡിങ് ആർക്ക് റെസണേറ്റ് ആവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് മാച്ചാവുന്നു, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്നെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്ക് ബൈ. അതുപോലെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.